നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അൻവർ കൂടി വന്നതോടെ UDF ഇപ്പോൾ നിൽക്കുന്നത്, കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ആ വിജയം അടുത്ത് നിൽക്കുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രബലനായ ഒരു നേതാവ്, അണികളെ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ, ക്രൗഡിനെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പിണങ്ങി മാറി നിൽക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നിലമ്പൂർ കൈവിട്ടു പോവുകയും അൻവർ കൂടെ വന്നിട്ടും അൻവറിനെ, തൃണമൂലിനെ സഖ്യകക്ഷിയാക്കിയിട്ടും UDFന് ആ സീറ്റ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വലിയ നാണക്കേടിലേക്കായിരിക്കും പോവുക. ഒരു ഫൈനൽ ഗംഭീരമായി ജയിച്ചു എന്നുള്ള അഭിമാനത്തോടെ LDFന് 2026 പോകാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുധാകരന്റെ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം. ഞാൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി എന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക്, മുന്നണിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ എന്നെ അനുവദിക്കൂ, എന്നെ ഒന്ന് പെർഫോം ചെയ്യാൻ അനുവദിക്കൂ എന്ന് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഒരു 50% പോലും പാർട്ടിക്ക്, ഒരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടുന്നില്ല എന്നത് പാർട്ടിക്കറിയാം. അല്ലെങ്കിൽ എന്തിനാണ് M ലിജുവിനെ KPCCയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കുന്നത് എന്ന് ഞാൻ പ്രവർത്തനത്തിനിറങ്ങുന്നുണ്ടെന്ന് കെ സുധാകരൻ പറയുന്നു. തിരുവനന്തപുരത്താണ് KPCCയുടെ ആസ്ഥാനത്ത് വന്നിരുന്ന് ഏകോപന ചുമതലകൾ നിർവഹിക്കാൻ കെ സുധാകരൻ എത്രത്തോളം കഴിയുന്നുണ്ട്? ഇക്കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എത്ര തവണ കെ സുധാകരൻ തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് വന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്?